ഹലോ ഗായ്സ്, നമ്മളിന്ന് വരികയാണ് പണ്ടത്തെ കഥ കേൾക്കാനാണ് നമ്മുടെ നെല്ലിമൻ്റെ. അസ്സലാമു അലൈക്കും മക്കളെ. ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായി. പക്ഷെ എനിക്ക് വയ്യാണ്ട് മുനിയൊക്കെ വയ്യാണ്ടായി. ആസ്പത്രിയിലൊക്കെ ഇരുന്ന് തീരെ സുഖമില്ല. ആകാന വിഷമത്തിലാണ്, വലിയ വിഷമം. പിന്നെ ഇതിപ്പോൾ എടുക്കാനൊക്കെ പറയാനൊക്കെ എനിക്ക് വയ്യാണ്ടായി. പിന്നെ അറുപത്തൊന്നിൽ എൻ്റെ മോളെ പ്രസവിച്ച്. വലിയ മലവെള്ളമൊക്കെയാണ് വരുന്നത്. 61 എന്ത് വെള്ളമായിരുന്നു. ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് പിന്നെ ചറ്റക്കുള്ളിലും വരെ ഇതൊക്കെ പോയി, എല്ലാം പോയി കഴിഞ്ഞിട്ട് ബാക്കി ഇതൊക്കെ വെച്ച് കെട്ടി ഒരു സെറ്റ് വെച്ച് കെട്ടി അതിൻ്റെ അകത്ത് കിടന്നാണ് പ്രസവിച്ചത്. അത് പ്രസവിച്ച് അങ്ങനെ കഴിഞ്ഞ് ഒരു കാപ്പി കച്ചവടം, കൊള്ളിക്കിഴങ്ങും കപ്പയും കാപ്പിയായിട്ട് ഒരു കച്ചവടം ഉണ്ടായി അവള് വാപ്പാക്ക്. അത് ചെയ്ത് അതാണ് ചെയ്യണത്. അല്ലാണ്ട് ജോലി എടുക്കാനൊന്നും പറ്റില്ല. നല്ല വെള്ളം പോയിട്ട് ഒന്നിനും പറ്റണില്ല. അതിന് അടുത്ത പണിക്കാർ വന്ന് അത് തിന്നും. കാപ്പിയൊക്കെ കുടിക്കും, ചക്കര കാപ്പിയൊക്കെ. അങ്ങനെ ഇരുന്ന് 64 അവളെ വാപ്പയും മരിച്ച്. പിന്നെ ഞാൻ ഈ മക്കളെ പോറ്റണ്ടേ, കുട്ടീനെ പോറ്റണ്ടേ, എനിക്ക് വല്ലത് അങ്ങനെ എന്തിനു പറയണം. അതിന് കുറേ കാലങ്ങൾ അങ്ങനെ നടക്കും. കഴിഞ്ഞ് പിടിച്ച് കിടക്കാൻ കിടപ്പടവും ഇല്ല, ഭൂമിയില്ല, ഒന്നുമില്ല. ഇതൊക്കെ പോയി വാടകക്കും ആയിട്ട് ഇപ്പോഴും കിടക്കാൻ കിടപ്പടമില്ല മക്കളെ. ഇപ്പോഴും വാടകക്കാണ് കിടക്കുന്നത്. വാടകക്കാരിറങ്ങി കിടക്കാൻ പറയണം. എന്നിട്ട് പിന്നെ ഒരു വീട് വയ്യ. അങ്ങനെ ആ കിടപ്പ് അങ്ങനെ മരിച്ചു കഴിഞ്ഞ് കിടന്നിട്ട് ഒരു ചെറ്റക്കുടലായിരുന്നു ഉണ്ടായിരുന്നു. ആ ചെറ്റക്കുടലിൽ ഉള്ള കിടക്കുമ്പോൾ ഞാൻ ജോലിക്ക് പോയി വരുമ്പോൾ നമ്മളെ അടുത്ത വീട്ടിലാക്കും എൻ്റെ മോളെ. വരുമ്പോൾ എന്തുട്ടാ കിട്ടണ ജോലിക്ക് പോയാൽ 8 അണ കിട്ടും. 8 അണ കൊണ്ട് കയ്യണ്ടേ, എന്ത് കഴിച്ചാൽ 8 അണ കിട്ടും. ആ 8 അണ കൊണ്ട് വന്നിട്ട് പിന്നെ കടയിൽ പോയി ഉപ്പും മുളകൊക്കെ മേടിക്കും, എല്ലാം മേടിക്കും. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം പണി കഴിഞ്ഞ് വന്ന് ഞാനും മേലൊക്കെ കഴുകി നിസ്കരിക്കാമെന്ന് കണക്കാക്കി. ഈ ചറ്റക്കുള്ളിലൊരു ചെറിയ റൂമാണ്. ആ റൂമിൽ നിസ്കാരപ്പായ ഇട്ട് നിസ്കരിക്കാൻ നിന്നപ്പോൾ എൻ്റെ പിറയിൽ പരപരാന്ന് ഒച്ചയാക്കണുണ്ട്. എന്തായിരിക്കും എന്ന് വെച്ച്. എന്നിട്ടെങ്കിലും ആവട്ടെ, നിസ്കരിച്ച് കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ എന്തുട്ടാ മോളെ മക്കളെ, വല്ലാത്തൊരു മലമ്പാമ്പ് പോലത്തെ ഒരു പാമ്പ് ചെറ്റൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങിയിട്ട് എൻ്റെ അരിയത്തേക്ക് വരിക എന്നെ തിന്നാൻ. ഞാനതോടുകൂടി പായും മക്കനൊക്കെ പാടായിട്ട് പുറത്തേക്ക് ഓടി അട്ടാതിച്ച് കുട്ടീനെ പിടിച്ച് മാറ്റി. ജനങ്ങൾ അയൽവക്കക്കാർ ഒരു പിന്നെ 1 ഏക്കറ ഭൂമിയിൽ മിറ്റൊക്കെ 1-2 വീടുള്ളൂ. ബാക്കിയൊക്കെ കാടും പടലുമായിട്ടൊക്കെയാണ്, വെറും കാടുകളാണ്. അയൽവക്കത്തുള്ളവരൊക്കെ വിളിച്ച് കുഴിയൊക്കെ അന്വേഷിച്ച ആൾക്കാരൊക്കെ വന്നിട്ട് നോക്കുമ്പോൾ നല്ലൊരു വെമ്പാല എന്നെ പുറത്തേക്കാക്കി. ഇവർ 5-6 ആണുങ്ങളൊക്കെ പാടെ കൂടി അങ്ങനെ ഒരു കണക്കിന് അതിനെ പുറത്തേക്ക് ചാടിച്ച് അതിനെ കൊന്നവര്. വെമ്പാലല്ലേ, കൊന്ന് കരിച്ച് കളഞ്ഞ്. അങ്ങനെ കുറേ കാലം നടന്ന് കഴിഞ്ഞ് അന്നും വലിയ അലച്ചിലാണ്. ആരും ഇല്ലല്ലോ. ഇന്നത്തെ മാതിരി ഒരു സഹായ സംഘടനകളൊന്നും ചെയ്യാനില്ല. പാടവും വെള്ളവും കൊയ്ത്തും ഒക്കെ ആയിട്ട് ഇതിനൊക്കെ പോയിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടൊക്കെ കയ്യും ജീവിക്കും. ഇതിനടുത്ത വീട്ടിലാക്കും. ഇങ്ങനെ ആക്കി പോയിട്ട് പിന്നെ അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെ തറയുടെ ഉള്ളിൽ മണ്ണിൻ്റെ തറയാണ്. മണ്ണൊക്കെ കോരി പൊക്കിയിട്ട് മണ്ണിൻ്റെ തറയാണ്. ആ മണ്ണിൻ്റെ തറയുടെ ഉള്ളിൽ നോക്കുമ്പോൾ ഒരു പാമ്പ്. ഞാൻ മിറ്റടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം മക്കളെ ഒരു പാമ്പ് ഇങ്ങനെ തൊള്ളയും തുറന്നിട്ട് ഇങ്ങനെ നിൽക്കണ്. ഞാൻ പേടിച്ച് അങ്ങനെ 2-3 പേരൊക്കെ വിളിച്ച് പലരും വന്ന് പിന്നെ കിട്ടണില്ല, വരണില്ല. അങ്ങനെ 4 ദിവസം ഞാൻ ആ പാമ്പിൻ്റെ മുകളിൽ
കിടന്ന് ഞാൻ എൻ്റെ മോളും കിടന്ന് 4 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്കാർ കൂടി വന്നിട്ട് പറഞ്ഞ് ഇതിനങ്ങനെ വെച്ചാൽ പറ്റില്ല, ഈ പാത്തുമ്മക്കുട്ടീനെയും മക്കളെ ഇത് പിന്നെ വല്ല രാത്രിയൊക്കെ ഇറങ്ങി വന്നിട്ട് വല്ല എന്തെങ്കിലും കാണിച്ചെങ്കിലാ. അങ്ങനെ പിന്നെ തട്ടാന്മാരും ആശാരികളും അവരൊക്കെ വിളിച്ച് വന്ന് വന്നിട്ട് തുപ്പല്ലി കൊണ്ടുവന്ന് ഇതിനെ കുത്തിയെടുത്തിട്ട് ഒക്കെ ഒരു മണലിൻ്റെ അതാണ്. പേരും കിട്ടണില്ല മക്കളെ. മണലിന്ന് എന്താണ്ട് പറയും. മണലിൻ്റെ അടിയിൽ കിടക്കാണെങ്കിൽ അണലി അത് നല്ല വിഷമുള്ള പാമ്പല്ലേ. അങ്ങനെ കുറേ കാലമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടന്നു, വീടുമില്ല ചെറുമില്ല. പിന്നെ അങ്ങനെ നടന്ന് കുറേ കാലങ്ങൾ കഴിഞ്ഞ് പിന്നെ അങ്ങ് അവിടെ പോയി ഇവിടെ പോയി ഒക്കെ ഇങ്ങനെ നടന്ന് ചോദിച്ച് അരിഞ്ഞ് ഒക്കെ അങ്ങോട്ട് കഴിഞ്ഞ് കൂടി. ഇതിനെ പോറ്റണ്ടേ, ഇതിനെ പോറ്റാനും ചെയ്യും, പോകും. ഇതിനൊക്കെ പോകും. അപ്പോൾ കിട്ടാണ് 6 മണിയാണ്. അങ്ങനെ കാലങ്ങൾ അങ്ങനെ കുറേ കഴിഞ്ഞ് വിളിച്ച് വന്നിട്ട് നോക്കുമ്പോൾ ഉള്ള വാപ്പയും പോയല്ല, പിന്നെ ആരുമില്ല. പിന്നെ ഞാൻ ജനിച്ച രാജ്യത്തേക്ക് പോയി, ചാവക്കാട് പോയി. ഇതിനായിട്ട് അവിടെ നിന്ന് കുറേ കാലം നിന്ന് ആ വീട്ടിൽ പോയി ജോലി എടുക്കും, ഈ വീട്ടിൽ വന്ന് ജോലി എടുക്കും, ആ വീട്ടിൽ പോയി പണിയെടുക്കും. ഇങ്ങനെയൊക്കെ പണിയെടുത്തും പിടിച്ചും ഇതിന് പറയണം ജീവിതം കഴിഞ്ഞു കൂടി. ഇങ്ങനെ ഇത്രയും നാളായി. പിന്നെ മോള് വലിയതായി, എല്ലാവരും സഹായിക്കാൻ പൊന്നൊന്നും കൊടുക്കാനുണ്ടായില്ല. കൗത്തിലേക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരാൾ വരുമ്പോൾ മാല മേടിച്ച് കൗത്തിലിട്ടിട്ടൊരു കല്യാണം കഴിഞ്ഞു. ആ കല്യാണം കഴിഞ്ഞ് പിന്നെ എന്തിനു പറയുന്നു, കല്യാണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ജീവിച്ച്. അപ്പോൾ ലാസ്റ്റ് അതിൽ 4 മക്കളും പ്രസവിച്ചവള്, 2 പെണ്ണും 1 ആണും ഒക്കെ. അങ്ങനെ ആയിട്ട് ജീവിച്ച് ഇപ്പം ലാസ്റ്റ് ഇപ്പം ഞാൻ 4-ാം മൈലിലാണ് സ്ഥിരം താമസം. അവിടെ നിന്നൊക്കെ പോന്ന് തെണ്ടിപ്പറക്കി കഴിഞ്ഞ് വലിയ വിഷമങ്ങളൊക്കെ ആയിരുന്നു. വിഷമങ്ങൾ പറയാനൊന്നും ഇപ്പം എനിക്ക് കിട്ടണില്ല മക്കളെ. ഇത്രയും പ്രായമായില്ലേ, വയസ്സായില്ലേ, ചിലതൊക്കെ മറന്നു പോണു. വർത്താനം പറഞ്ഞിരിപ്പിച്ചില്ല, ഓർമ്മയില്ല. പിന്നെ ഓർമ്മ വരും, അയ്യോ ഇന്നതുണ്ടല്ലോ, ഇന്ന കാര്യം ഉണ്ടല്ലോ എന്ന്. അങ്ങനെയാണ് കുറേ പറഞ്ഞ് അവിടെ നിന്ന് ഇപ്പോൾ 4-ാം മൈലിലാണ്. അപ്പം മോളെ കെട്ടിയവനും മരിച്ച്, എൻ്റെതുമില്ല. മോളെ കെട്ടിയവനും മരിച്ച്. അവളെ മോളെ കെട്ടിച്ച അതിൻ്റെ കെട്ടിയവനും മരിച്ച്.